അത്ര ഈസി അല്ല ഈ ജേണി, കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷേ പ്രതീക്ഷിച്ചെന്ന് വെച്ചപ്പോൾ എക്സാം എഴുതിയപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സിമ്പിൾ എക്സാം ആകുമ്പോഴുള്ള പ്രശ്നമാണ്. 690 ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഉണ്ട്. ഓവറോൾ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. ഫിസിക്സൊക്കെ നോർമൽ അത്ര ടഫ് ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ബയോളജി എന്നുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചെന്ന് വെച്ചപ്പോൾ എക്സാം എഴുതിയപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മാർക്ക് കുറവുണ്ടോ, സില്ലി അടിക്കാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. സിമ്പിൾ എക്സാം ആകുമ്പോഴുള്ള പ്രശ്നമാണ്. ടഫാണെന്ന് വെച്ചാൽ അത്രയ്ക്ക് ടഫല്ല, ബട്ട് ഒരു മോഡറേറ്റ് പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ മെയിൻലി ഇവിടുത്തെ എക്സാം മോക്ക് എക്സാം ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല. കുറേ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞത് സമയം പ്രശ്നമായിരുന്നു എന്നുള്ള എക്സാം ക്വസ്റ്റിൻ്റെ ഡിഫിക്കൽട്ടിനെ കാട്ടി. പക്ഷെ അത് നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. കൂളായിട്ട് ഇരിക്കുക എന്നുള്ളതിനാണ് ബേസിക്കലി. പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല, കുറവായിരുന്നു. കുറച്ച് ഡീപ് ബ്രീത്തും കാര്യങ്ങളൊക്കെ എടുത്ത് ഫുൾ കാമായിട്ട് തന്നെ ഇരുത്താൻ. സക്സസ് ഒരാളോട് മാത്രം പറയാൻ പറ്റില്ല, കാരണം കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോപ്പ പറയുകയാണെങ്കിൽ ഡോപ്പ എന്തായാലും വലിയൊരു ഭാഗമാണ്. പിന്നെ നമ്മുടെ പാരൻസ്, വീട്ടുകാരെല്ലാവരും നല്ല സപ്പോർട്ടിങ് ആണ്. അവരെ ഒരു പിന്തുണ കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത്. എക്സാമിൻ്റെ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ വർഷത്തെ ടോപ്പേഴ്സ് കുറച്ച് ആൾക്കാർ വന്നിരുന്നു ക്ലാസ്സിൽ വന്നിട്ട് അവരെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അത് ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അത്ര ഈസി അല്ല ഈ ജേണി, കുറച്ച് ടഫ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് വർക്ക് ചെയ്യാം. ഒരു കൊല്ലം അതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി നോക്കും.